മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷം സ്റ്റാർസിലേക്ക് ഹാർദവമായ സ്വാഗതം. അത്തം നക്ഷത്ര ജാതർക്ക് 2026 വിഷുവർഷം എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ കഴിവുള്ളവരാണ് അത്തം നക്ഷത്ര ജാതർ. അത്തം നക്ഷത്ര ജാതരുടെ ചിഹ്നം കൈപ്പത്തിയാണ്. മൃഗം പോത്ത്, വൃക്ഷം അമ്പഴം, ദേവഗണമാണ്, സ്ത്രീയോനിയാണ്, പക്ഷി കാക്ക, ഭൂതം അഗ്നി, ദേവത ആദിത്യൻ. അത്തം നക്ഷത്ര ജാതർക്ക് വളരെ ഗുണകരമായ കാലാവസ്ഥയാണ് 2026 വിഷുവർഷം പ്രദാനം ചെയ്യുന്നത്. സ്വപ്രയത്നത്താൽ മുന്നേറുന്നവരാണ് അത്തം നക്ഷത്ര ജാതർ. പ്രതിസന്ധികളിൽ പതറാത്ത അത്തം നക്ഷത്ര ജാതർക്ക് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്രയാണ് 2026 പുതുവർഷം. ഒരു കർഷകൻ വയലിൽ വിത്തെറിഞ്ഞ് ഫലം കാത്തിരിക്കുന്നത് പോലെ അത്തം നക്ഷത്ര ജാതർ പ്രയത്നങ്ങൾക്ക് ഫലം കൊയ്യാനുള്ള സമയം ആഗതമായിരിക്കുകയാണ്. ശുഭകരമായ ഊർജം പ്രദാനം ചെയ്യുന്ന വർഷമാണ്. മനസ്സിൻ്റെ ചഞ്ചലതകൾ മാറി ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനുമുള്ള ആത്മവിശ്വാസം ഈ വിഷു അത്തം നക്ഷത്ര ജാതരിലേക്ക് ചൊരിയുന്നു. സമസ്ത മേഖലകളിലും വിജയം കൈവരിക്കുന്നതായിരിക്കും. അനാവശ്യ ചിന്തകളെയും ഭയത്തെയും ഒഴിവാക്കി പുത്തൻ ഉണർവിനെ കൈവരിക്കുന്നതാണ്. ദൈവികതയും ആത്മീയതയും സമ്മേളിക്കുന്നതിലൂടെ കുടുംബ ബന്ധത്തിലും ജോലിയിലും വിദ്യാഭ്യാസപരമായും വളരെ നല്ല അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. പുറമെ ചിരിക്കുകയും മനസ്സ് പൊള്ളുകയും ചെയ്യുന്ന പ്രകൃതമാണ് അത്തം നക്ഷത്ര ജാതരുടേത്. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതം മനോഹരമാക്കാൻ സാധിക്കുന്നതാണ്. കുടുംബ ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നവരാണ് അത്തം നക്ഷത്ര ജാതർ. അത്തം നക്ഷത്ര ജാതരായ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്നതിനും ഉന്നത വിജയം ലഭിക്കുന്നതിനും ഉപരിപഠനത്തിന് ചേരുന്നതിനും വളരെ അനുകൂലമായ സമയമാണ്. പ്രണയബന്ധത്തിലായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് പ്രണയം വീട്ടുകാരാൽ അംഗീകരിക്കപ്പെടുന്നതിനും വിവാഹ നിശ്ചയത്തിലേക്കോ വിവാഹത്തിലേക്കോ കടക്കുന്നതിനും ഉത്തമമായ സമയമാണ്. വളരെ വലിയ സൗഹൃദ വലയമാണ് അത്തം നക്ഷത്ര ജാതർക്കുള്ളത്. എങ്കിലും ഇവ സ്വകാര്യ ജീവിതത്തിൽ നിന്ന് ഒരകലം പാലിച്ചു നിർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും വന്യരായി കാണുന്ന നമ്മുടെ ഭാരതീയ സംസ്കാരം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലിയിൽ തുടരുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും വളരെ അനുകൂലമായ സമയമാണ്. പുതിയ ഭവനം വാങ്ങുന്നതിനും വീട് പൊളിച്ച് പണിയുന്നതിനും അനുകൂലമായ സമയമാണ്. പുതിയ ധനാഗമ മാർഗങ്ങൾ തേടിയെത്തുന്നതാണ്. ദേഹാരിഷ്ടതകളും അനാവശ്യ ചെലവുകളുമെല്ലാം ഉണ്ടാവുമെങ്കിലും സംയമനം കൊണ്ട് അവയെല്ലാം നീങ്ങിപ്പോകുന്നതാണ്. നിലവിൽ രോഗാവസ്ഥയിലിരിക്കുന്നവർ അതാതിൻ്റെ വിദഗ്ധരെ കണ്ട് യഥാവിധി പ്രതിവിധി തേടേണ്ടതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും പ്രശ്നപരിഹാരങ്ങൾക്ക് ഉത്തമമാണ്. ഇതര മതസ്ഥർ അവരവരുടെ ആചാരപ്രകാരം പ്രാർത്ഥനകൾ നടത്തേണ്ടതാണ്. അത്തം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയവും ഗ്രഹസ്ഥിതിയും അനുസരിച്ച് ഇവയിൽ മാറ്റമുണ്ടാകാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വിഷുവർഷം ആശംസിച്ചുകൊണ്ട് നന്ദി.